അപ്പം നമുക്ക് ഇന്ന് കാണാനായിട്ടുള്ളത് നമ്മൾ വേരിയസ് ട്രേഡ് ഓഫ് ഡിസിഷൻസ് ഓഫ് എഫ് പി ജി ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇന്നലെ ഈ ഒരു ടോപ്പിക് നമ്മൾ ബിഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. This one, digital system design options and trade-offs. Okay, so in the introduction part അല്ലെന്നുണ്ടെങ്കിൽ what are the various features in optimizing design and trade-off നമ്മൾ already കണ്ടിട്ടുണ്ടായിരുന്നു, which includes speed, area or the size, then power consumption, അതേപോലെ തന്നെ കോസ്റ്റ്, വേരിയസ് ടൈപ്സ് ഓഫ് കോസ്റ്റ്, ഹാർഡ്വെയർ കോസ്റ്റ് അല്ലെങ്കിൽ എനർജി കോസ്റ്റ്, പെർഫോമൻസ് മെഷേഴ്സ് എന്തൊക്കെയാണ്, എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്താണ്, അതുപോലെ ടൈം ടു മാർക്കറ്റ് ഓൾറെഡി നിങ്ങൾ ഫെമിലർ ആണ്, ബഡ്ജറ്റ്, അതേപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ കോസ്റ്റിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്രയുമായിരുന്നു വേരിയസ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ട്രേഡ് ഓഫ് ഡിസിഷൻസ് എങ്ങനെ എടുക്കും. ട്രേഡ് ഓഫ് മീൻസ് ഇപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് ലോവർ പവർ സപ്ലൈ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള സ്വിച്ചിങ് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് സൈസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ചിലത് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം, ചില കേസസ് എക്സാമ്പിൾ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം, അല്ലെങ്കിൽ ത്രൂപുട്ട് എന്ന് പറയുന്നത് മാക്സിമം. ഇതെല്ലാമാണ് എൻ്റെ മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ട് എനിക്ക് വേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു ഐഡിയലി ഒരു ഡിസൈനറിന് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ റിക്വയർമെന്റ്സ് പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് പോസിബിൾ അല്ല ഡ്യൂ ടു ദിസ് സർട്ടൻ ട്രേഡ് ഓഫ്സ്. അപ്പം ട്രേഡ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് എൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് കുറയ്ക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈ കുറയ്ക്കണം. ബട്ട് അതിന് പകരം ഞാൻ വേറെ ഇപ്പം ഈ പറഞ്ഞ ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. എല്ലാം എനിക്ക് വേണ്ട രീതിയിൽ ഐഡിയലി സിറ്റുവേഷൻ ഇതാണെങ്കിൽ പോലും നമുക്ക് ഡ്യൂ ടു സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാം കൂടെ ഐഡിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഡിസൈൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. സോ അപ്പം എന്തൊക്കെ വേരിയസ് ഫാക്ടേഴ്സ് ആണ് നമ്മളൊരു ട്രേഡ് ഓഫ് നമ്മൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഇപ്പം എനിക്ക് ഏറ്റവും വേണ്ടിയ കാര്യം എന്ന് പറയുന്നത് സപ്പോസ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഏറ്റവും മിനിമൽ ആയിട്ട് വെക്കുക. പക്ഷെ മേ ബി സം അതർ ഫീച്ചേഴ്സിൽ ചിലപ്പോൾ എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റി എന്നല്ല, ഞാൻ കുറച്ച് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നേക്കും. സോ അതാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. സോ ട്രേഡ് ഓഫ് ഡിസിഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. വൺ ഈസ് ഓപ്പറേറ്റിംഗ് സ്പീഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സൈസ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് വേണ്ടിയത് ഏറ്റവും ഹൈയസ്റ്റ് മെമ്മറി ഉള്ള ഡിവൈസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ സൈസ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിവൈസിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് കുറയ്ക്കാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ പവർ, ഇൻപുട്ട് ഔട്ട്പുട്ട്, ബാൻഡ്വിഡ്ത്ത്, അങ്ങനെ ഒരുപാട് മേജർ ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇനി നമുക്ക് ട്രേഡ് ഓഫ് ഡിസിഷൻസിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പുറകെ വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ എക്സ്പാൻഡബിലിറ്റി. ഓക്കെ, സോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ്പാൻഡബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് സേ ഇപ്പം എനിക്ക് ഇനിയിപ്പം ഒരു ഹയർ റിക്വയർമെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് എനിക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് വേണ്ടി വരും. അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസ് മേടിക്കാതെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഡിവൈസ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്നോളജി എന്ന് പറയുന്നതും അതേപോലെ തന്നെ കമ്പോണൻസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നതും ഓരോ ഇയർ ബൈ ഇയർ ഓർ ഈവൻ മന്ത് ടു മന്ത് പോലും ഭയങ്കര അപ്ഗ്രഡേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു പുതിയ മേ ബി ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മേ ബി ചെറിയൊരു മെമ്മറി സൈസ് ആയിരിക്കും, അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് അതിനെ ഒരു ഹയർ മെമ്മറി സൈസ് വേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ സൈസ്, മെമ്മറി സൈസിനെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വേണം. ദാറ്റ്സ് വൺ ഓഫ് ദ ജസ്റ്റ് റാൻഡം എക്സാമ്പിൾ. അതേപോലെ എന്ത് കൈൻഡ് ഓഫ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈവൻ കേസ് ഓഫ് ഫിസിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് കംസ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ മെമ്മറിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ എന്ന് പറയുന്നത് ഈസ് റിഗാർഡിംഗ് ദ ലേറ്റൻസി. സോ ലേറ്റൻസി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ലേറ്റൻസി എന്ന് പറയുന്നത് ഇസ് എ ടൈം taken for the input data to get processed and to give a certain the corresponding output. Okay, so latency rate എന്ന് പറയുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓട്ടോമാറ്റിക്കലി ദാറ്റ് മീൻസ് ദ സ്പീഡ് ഓഫ് ദ ഡിവൈസ് എന്ന് പറയുന്നത് ഈസ് ഹയർ. അല്ലെ, ഇൻപുട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് ഒരു കറസ്പോണ്ടിങ് ആയിരുന്ന പ്രോസസ്ഡ് ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ ഡിവൈസ് ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് one of the trade off decisions. Then next എന്ന് പറയുന്നത് is the programmability. Okay, so ease of programming. ഇപ്പൊ കറണ്ട് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ചേഞ്ചസ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മേ ബി ഇപ്പോൾ ഒരു കറസ്പോണ്ടിങ് രീതിയിൽ ഞാൻ ചെയ്തു, അതിൻ്റെ അകത്ത് വേറെ ഒരു ചേഞ്ച് എനിക്ക് വരുത്തി കുറച്ചും കൂടെ മേ ബി ഒരു ഒപ്റ്റിമൈസ്ഡ് ഫോമിലേക്കൊക്കെ ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് അതിനെ പ്രോഗ്രാമബിൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ്
പ്രോഗ്രാമബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇസ് ദ മെയിൻറ്റെയിനബിലിറ്റി. ഓക്കെ, സോ ഡാമേജ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമൽ ആയിട്ട് വരാനായിട്ട്, മീൻസ് ഏതെങ്കിലും ഒരു കാരണവശാൽ സം കൈൻഡ് ഓഫ് മെയിൻ്റെനൻസ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിന് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയ്ക്ക് പകരം സം കൈൻഡ് ഓഫ് മെയിൻ്റെനൻസ് ചെയ്ത് അതിന് എനിക്കൊരു റീയൂസ് ഓർ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ദാറ്റ് ഇസ് മെയിൻറ്റെയിനബിലിറ്റി. ദെൻ ഇസ് ദ കമ്പാറ്റബിലിറ്റി. സോ ഇന്റർഫേസിങ്, സ്റ്റാൻഡേർഡ് ഇന്റർഫേസിങ്ങിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ഇപ്പം ഇന്റർഫേസിങ് ഇപ്പം മേ ബി സേ ഇപ്പം ഞാൻ ഇപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് ഇന്റർഫേസിങ് ടെക്നോളജീസ് ഓർ ഇന്റർഫേസിങ് പ്രോട്ടോകോൾസിലെല്ലാം എൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് കമ്പാറ്റബിൾ ആയിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു സിംഗിൾ ഒരു ഇന്റർഫേസിങ് പ്രോട്ടോകോൾ മാത്രം വെച്ച് എൻ്റെ ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കാൻ ആൾക്കാരെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും അല്ലേ. സോ മൾട്ടിപ്പിൾ ഇന്റർഫേസിങ് ഡിവൈസസുമായിട്ട് ഇതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ദാറ്റ്സ് വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഈസ് ദ അഡാപ്റ്റബിലിറ്റി. ഇനി ഫ്യൂച്ചറിൽ സം കൈൻഡ് ഓഫ് ചേഞ്ചസ് ഇൻ terms of technology വന്നിട്ടുണ്ടെങ്കിൽ my device എന്ന് പറയുന്നത് should be adaptable to the future requirements. Then next is the availability and reliability requirements. So എൻ്റെ ചിപ്പ് ഞാൻ ഡിസൈൻ ചെയ്തു, അതെന്ന് പറയുന്നത് എന്താണോ അത് വർക്ക് ചെയ്യേണ്ട അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണോ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണോ, എന്ത് ഔട്ട്പുട്ടാണോ, വാട്ട് കൈൻഡ് ഓഫ് ഇൻപുട്ട് അതെടുത്ത് വാട്ട് കൈൻഡ് ഓഫ് ഔട്ട്പുട്ടാണ് അത് തരേണ്ടത്. സോ അതെന്ന് പറയുന്നത് ഈവൻ ഇപ്പം ഈ മാസം ഒന്ന് തന്നു, ആ സെയിം വാല്യൂ ഞാൻ അടുത്ത മാസം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് വാല്യൂ തരാനായിട്ട് പാടില്ല അല്ലേ. സോ ദാറ്റ് ഷുഡ് ബി റിലയബിൾ. വാട്ട് എവർ പ്രൊഡക്റ്റ് ഐ എം ഡിസൈനിങ് ദാറ്റ് ഷുഡ് ബി റിലയബിൾ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഡെവലപ്മെന്റ് സ്റ്റാറ്റസ് ആൻഡ് ദ കോസ്റ്റ്. കോസ്റ്റിന്റെ കാര്യം നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓഫ് ദ ഷെൽഫ് ഹാർഡ്വെയർ യൂസ്, നമ്മൾ വൺസ് ഹാർഡ്വെയർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർ യൂസ് ചെയ്യാൻ പാകത്തിൽ എത്തുന്ന വരെ അതിനുണ്ടാകാനായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അതിനുശേഷം മേ ബി മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് NRE കോസ്റ്റ് അല്ലെങ്കിൽ നോൺ റിക്കറിങ് എഞ്ചിനീയറിംഗ് കോസ്റ്റ്. അതാണ് നോൺ റിക്കറിങ് എഞ്ചിനീയറിംഗ്, NRE കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ വിച്ച് ആർ ആക്ച്വലി ദ കോസ്റ്റ് വിച്ച് ഹാപ്പൻസ് ഓൺലി ഫോർ എ സിംഗിൾ ടൈം, ഒറ്റ പ്രാവശ്യം മാത്രം വരുന്ന കോസ്റ്റുകൾ. സേ ഇപ്പോൾ ഡിസൈനിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ഒരു സിംഗിൾ ടൈം മാത്രമേ ഞാൻ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അല്ലേ. സോ അതൊക്കെയാണ് NRE കോസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദ IC കോസ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദ IC കോസ്റ്റ്. ഓക്കെ, സോ IC കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ IC നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് എത്രത്തോളം കോസ്റ്റ് എടുത്തു എന്നുള്ളതാണ് IC കോസ്റ്റ് വരുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ദ പാക്കേജിങ്ങിനെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് IC കോസ്റ്റ് കേസ്. ഓക്കെ, സോ കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, സോ അതിൻ്റെ അകത്ത് പാക്കേജ് കോസ്റ്റ്, അതേപോലെ തന്നെ ടെസ്റ്റിംഗ്. ഞാൻ IC മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണോ IC മാനുഫാക്ചർ ചെയ്തത് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മൾ പേപ്പർ കണ്ടിരിക്കുന്നതാണ്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് IC മാനുഫാക്ചറിങ്. ഓക്കെ, ദെൻ ദ ടോട്ടൽ ഡൈ കോസ്റ്റ്, അതേപോലെ ഷിപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്, അങ്ങനെ എല്ലാ കോസ്റ്റുകളും ഒരു IC മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന ഈവൻ ഫ്രം ദ ഡിസൈൻ തൊട്ട് നമുക്ക് ടോട്ടലി വരുന്ന കോസ്റ്റുകളെയാണ് ഒരു IC കോസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു മാനുഫാക്ചർ തരുന്ന സമയത്ത് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ആർ ദ വേരിയസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ട്രേഡ് ഓഫിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അത് കൂടാതെ സം ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് ദ പ്രിസിഷൻ, the speed, capacity, weight, volume and power of the IC which I am designing. So ഇത്രയുമാണ് ഒരു ട്രേഡ് ഓഫ് ഡിസിഷൻസ് ആസ് സച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആർ ദ വേരിയസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, ദെൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആർ ദ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ട്രേഡ് ഓഫ് ഡിസിഷൻസ്. സോ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം എനിക്ക് ചിലപ്പോൾ പറ്റണം നിർബന്ധമില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്നും മേ ബി ചിലത് എനിക്കിപ്പോൾ ആ ഫുള്ളി ആസ് പെർ ഐഡിയൽ സിറ്റുവേഷനിൽ ചെയ്യേണ്ട പോലെ എനിക്ക് ചെയ്യാൻ പറ്റണം നിർബന്ധം ഉണ്ടായിരിക്കില്ല. സോ ട്രേഡ് ഓഫിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്.
സോ നെക്സ്റ്റ് നമുക്ക് ഇനി കാണാനായിട്ടുള്ളത് ആർ ദ വേരിയസ് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. ഓക്കെ, സോ ദ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിൻ്റെ അകത്ത് ഡിസൈൻ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ മുതൽ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ മുതൽ പഠിച്ച് നമുക്കറിയാം, ഒരു ലോജിക് ഡിസൈൻ ഓർ എനി കൈൻഡ് ഓഫ് ഡിസൈൻ വിച്ച് ഇൻവോൾവ്സ് എനി കൈൻഡ് ഓഫ് IC എന്തോ ആയിക്കോട്ടെ, അതിനകത്തെല്ലാം ഡിസൈൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് ഡിസൈൻ ആയിരിക്കും. അല്ലെങ്കിൽ മിനിമം ഹാർഡ്വെയർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ മിനിമം ഹാർഡ്വെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മിനിമൽ സൈസിൽ ഇംപ്ലിമെന്റേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നോട്ട് ജസ്റ്റ് ഹാർഡ്വെയർ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട്. ഹാർഡ്വെയർ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ദ ഡിവൈസ് എന്ന് പറയുന്നത് വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഇൻക്രീസ് ഡ്യൂ ടു ദ റെഡ്യൂസ്ഡ് ഡിലേ. ഓൾസോ ദ വയറിംഗ് ഇന്റർകണക്ട് ഡിലേസും എല്ലാം കുറയും. ഓക്കെ, സോ അതെല്ലാം ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. സോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആർ ദ വേരിയസ് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. സോ കമ്മിങ് ടു ദ ടെക്നിക്സ് ഫോർ ഒപ്റ്റിമൈസിങ് ദ സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഡിസൈൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. സോ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹയർ ആയിട്ടുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓൾസോ വിൽ ബി ഹയർ. ദെൻ ത്രൂപുട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ത്രൂപുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇസ് ദ മാക്സിമം ഇസ് ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വിച്ച് ഇസ് ജനറേറ്റഡ്. എത്ര ഇപ്പം സേ ഇപ്പം ഒരു 1 മില്ലി സെക്കൻഡ് ഓർ 1 നാനോ സെക്കൻഡ് വാട്ടെവർ, ആ സമയത്ത് എനിക്ക് എത്രത്തോളം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ ദാറ്റ്സ് ത്രൂപുട്ട് ആൻഡ് ലാറ്റൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ ഡിലേ. ഓക്കെ, സോ ലാറ്റൻസി കുറയുക മീൻസ് ഡിലേ എന്ന് പറയും, ലാറ്റൻസി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിലേ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി മിനിമൽ, ദാറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ്. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഡിലേ കുറവാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ത്രൂപുട്ട് സ്പീഡ് കൂടുതലാണെങ്കിൽ മാത്രമായിരിക്കും ത്രൂപുട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. ക്ലോക്ക് ഫ്രീക്വൻസി കൂടുതലാണെങ്കിലായിരിക്കും എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഇനി ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 മേജർ ടെക്നിക്സ് ആണ് പൈപ്പ് ലൈനിങ് ആൻഡ് പാരലൽ പ്രോസസ്സിംഗ്. ഇത് രണ്ടും നിങ്ങൾ ഫെമിലർ ആയിരിക്കും. അത് കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട് വിച്ച് ഇസ് ദ രജിസ്റ്റർ ബാലൻസിങ്. സോ പൈപ്പ് ലൈനിങ് ഓൾറെഡി നിങ്ങൾ COAക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് നിങ്ങൾ മേ ബി നിങ്ങളൊരു എന്താണ് നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ വെച്ചിട്ടായിരിക്കും അതിൻ്റെ ഫെറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡീകോഡ് സ്റ്റേറ്റ് അതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങളത് ഫെമിലർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബേസിക്കലി ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിനെ സ്മോളർ സ്റ്റേജസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ദ സെയിം. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ തന്നെ ഒരു സ്പെസിഫിക് എക്സിക്യൂഷൻ നടക്കുന്നു. ദാറ്റ് ഇസ് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ആ സെയിം സിനറിയോ തന്നെയാണ് ഇവിടെ ആക്ച്വലി നമ്മുടെ ഹാർഡ്വെയറിൻ്റെ കേസിലും വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇസ് ദ പാരലൽ പ്രോസസ്സിംഗ്. സോ അതായത് ഒരു സെയിൻ്റെ ഇപ്പോൾ ഒരു എന്താണ് പറയുന്നത്, ഇപ്പം മൾട്ടിപ്പിൾ അഡീഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈനറി പാരലൽ ആഡ് എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട്, ഇവത്തോ സി ഔട്ട് വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മളുടെ പാരലൽ പ്രോസസ്സിങ്ങിൻ്റെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതല്ലാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇപ്പം സേ ഒരു ലാർജർ അഡീഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ബൈനറി നമുക്ക് അതിൻ്റെ അകത്ത് ക്യാരീസ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലയേഴ്സ് അതാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലയറിന് തന്നെ മൾട്ടിപ്പിൾ ഹാർഡ്വെയർസ് ഒരേ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയർ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ പാരലിസം ആണ് ബേസിക്കലി. പാരലിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദിസ് പാരലൽ പ്രോസസ്സിംഗ്. ദ ലാസ്റ്റ് വൺ ഇതായിരിക്കും നിങ്ങൾ അത്ര ഫെമിലർ അല്ലായിരിക്കും, രജിസ്റ്റർ ബാലൻസിങ്. ഓക്കെ, സോ കാരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മൾട്ടിപ്പിൾ ഓർ ലാർജ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് നമ്മളൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ചില രജിസ്റ്റേഴ്സിൽ മേ ബി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡിലേ എന്ന് പറയുന്നത് വിൽ ബി ഹയർ ആയിരിക്കും. ചില രജിസ്റ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എനിക്ക് ഫാസ്റ്ററായിട്ട് എനിക്ക് മേ ബി അതിൻ്റെ അകത്ത് സം വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. ഓക്കെ, സോ അതെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിപ്പെൻഡ് ഓൺ ദ ഓപ്പറേഷൻ വിച്ച് ഐ ആം പെർഫോമിങ്. ഓക്കെ, സോ അപ്പോൾ ആ സമയത്ത് ഏറ്റവും മിനിമൽ ഡിലേയിൽ ഫൈനൽ ഔട്ട്പുട്ടിന് എത്തിക്കുക എന്നുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോജിക് ഓപ്പറേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് രജിസ്റ്റേഴ്സിലേക്ക് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, സച്ച് ദാറ്റ് ദ ഡിലേ എന്ന് പറയുന്നത് ഈസ് ഈക്വലൈസ് ബിറ്റ്വീൻ ദ രജിസ്റ്റേഴ്സ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, മേ ബി ഒരു രജിസ്റ്ററിന് വേണ്ടി തന്നെ ബാക്കിയുള്ള രജിസ്റ്ററിൽ വാല്യൂസ് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് പ്രോസസ്സിംഗ് ആ ഒരു സം പ്രോസസ്സിംഗ് കഴിഞ്ഞ് ആ ഒരു മേ ബി R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് വാല്യൂ എത്താനായിട്ട് ഒരുപാട് ഡിലേ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള കേസസ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിലേസിൽ റെഡ്യൂസ് ചെയ്യുക, ദെയർ ബൈ ഇൻക്രീസിങ് ദ സ്പീഡ്. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈസ് ദിസ് രജിസ്റ്റർ ബാലൻസിങ്.
Okay, now we are going to see the various techniques for optimizing the area. നമുക്ക് ഒരു എന്താണ് പറയുന്നത്, നമ്മുടെ സ്പേസിങ് അല്ലെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ ഡിവൈസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ദിസ് ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഓൾസോ മിനിമൽ ആണ്, നമുക്ക് എപ്പോഴും ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ ഇപ്പം നമ്മളുടെ ഒരു HDL കോഡ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വെരിലോഗിൽ നമ്മൾ ഇൻസ്റ്റാൻസിയേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് a 4-bit binary parallel adder using full adders. So full adders എന്ന് പറയുന്നത് 4 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു 4-bit binary parallel adder അകത്ത്. അപ്പോൾ 4 പ്രാവശ്യം ഫുൾ ആഡറിന്റെ പ്രോഗ്രാം എഴുതുന്നതിന് പകരം ഒരു സിംഗിൾ ടൈം ഈ ഫുൾ ആഡറിന്റെ പ്രോഗ്രാം എഴുതി നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് അതിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൻസിയേഷൻ അല്ലേ. സോ അതേപോലെ ഒരു സിംഗിൾ ഫങ്ഷണൽ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഇതിനെ തന്നെ പല പ്രാവശ്യം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ ആ സെയിം ഡിവൈസ് ഓർ സെയിം ബ്ലോക്കിനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റീയൂസ് ചെയ്യുക. സോ ദാറ്റ് ഹെൽപ്സ് ഇൻ, അല്ലെങ്കിൽ 4 ഫുൾ ആഡേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഞാൻ ഡിസൈൻ ചെയ്ത് അതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും കമ്മിങ് ടു ദ ഹാർഡ്വെയർ സൈഡ്. സോ ഇതിന് പകരം ഒരു സിംഗിൾ ഫുൾ ആഡർ വെച്ച് ചെയ്യാൻ എല്ലാ കേസസിലും ഇത് പോസിബിൾ ആയിരിക്കണം നിർബന്ധമില്ല. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ട്രൈ ടു യൂസ് ഓർ ട്രൈ ടു യൂസ് ദ ഫങ്ഷണൽ ബ്ലോക്ക് ടു ദ മാക്സിമം ഇഫ് ദർ ആർ നോ അതർ കൺസ്ട്രെയിൻസ്. സോ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റിഗാർഡിംഗ് ദ ട്രാൻസിസ്റ്റർ സൈസിങ്. സോ ട്രാൻസിസ്റ്റർ സൈസിങ് നമ്മൾ ബൂട്ട്സിലോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സോ ട്രാൻസിസ്റ്ററിന്റെ സൈസ് എത്രത്തോളം മിനിമം ആക്കാൻ പറ്റുമോ അത്രത്തോളം റിഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് ബിറ്റ്വീൻ ആയിട്ടുള്ള ചാനൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ് വിച്ച് ദെയർബൈ അഫക്ട്സ് ദ ഓവറോൾ സൈസ് ഓഫ് ദ IC. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. വൺ ഈസ് ദ ട്രാൻസിസ്റ്റർ ചാനൽ ലെങ്ത് ആൻഡ് ദ ചാനൽ വിഡ്ത്ത്. ഓക്കെ, സോ ചാനൽ ലെങ്ത് ആക്ച്വലി നിങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. ചാനൽ ലെങ്ത് റിഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് കൺസ്ട്രെയിൻസ് ഒരുപാട് കൂടുതലാണ്. ഒരു പരിധി കൂടുതൽ നമുക്ക് ചാനൽ ലെങ്ത് ചുമ്മാ വെറുതെ കുറയ്ക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഓട്ടോമാറ്റിക്കലി അഫക്ട്സ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ. പിന്നെ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈസ് റിഗാർഡിംഗ് ദിസ് ചാനൽ വിഡ്ത്ത്. സോ ചാനൽ വിഡ്ത്ത് നമുക്ക് അതിലും എല്ലാം കൺസ്ട്രെയിൻസ് ഉണ്ട്. ചുമ്മാ ഇപ്പോൾ ഇരിക്കുന്ന ഒരു 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 6 മൈക്രോമീറ്ററിൽ ഇരിക്കുന്ന സാധനം ഞാൻ നാളെ അത് 1 മൈക്രോമീറ്റർ ആക്കിയേക്കാം നമുക്ക് ചുമ്മാ ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആസ് എ റിസൾട്ട് ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഫാക്ടേഴ്സിൽ അതിൻ്റെ അകത്ത് നടക്കുന്ന വാട്ട് എവർ സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൺസംഷൻ ഹീറ്റിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ചാനൽ ലെങ്ത്തും ചാനൽ വിഡ്ത്തൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചാനൽ വിഡ്ത്താണ് കുറച്ചും കൂടെ നമ്മൾക്ക് എന്താണ് പറയുന്നത് സൈസിങ്ങിലേക്ക് നമുക്ക് കുറച്ചും കൂടെ സൈസ് റിഡക്ഷൻ എന്നുള്ള പാരാമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയും. നെക്സ്റ്റ് ഈസ് ദ ലോജിക്കൽ ഒപ്റ്റിമൈസേഷൻ. സോ ലോജിക്കൽ ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള സാധനമാണ്, നമ്മൾ ഡിജിറ്റൽ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ അതിൻ്റെ അകത്ത് തന്നെ 2 സബ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് based on the circuit representation. So അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പം ഡിജിറ്റലിൻ്റെ അകത്തും അതേപോലെ തന്നെ ഈ സബ്ജക്റ്റിനകത്ത് ആദ്യമായിട്ട് പഠിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ SOP, POS, KMAPS, then Q+Q മെത്തേഡ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ലോജിക് ഫംഗ്ഷനെ റിഡ്യൂസ് ചെയ്ത് മിനിമൽ ആക്കാൻ പറ്റും. സോ മിനിമം ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ നമ്പർ ഓഫ് ഗേറ്റ്സ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഗെറ്റിംഗ് റെഡ്യൂസ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മിനിമൽ നമ്പർ ഓഫ് ഗേറ്റ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മിനിമം ഹാർഡ്വെയറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ KMAPകളും അതേപോലെ തന്നെ Q+Q അൽഗോരിതം ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് മൾട്ടി ലെവൽ ലോജിക് ഒപ്റ്റിമൈസേഷൻ. 2 ലെവൽ ഓർ മൾട്ടി ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ സേ ഒരു ആൻഡ് ഗേറ്റുകൾ ഇപ്പം സേ ഒരു A ബാർ B പ്ലസ് AB ബാർ പ്ലസ് BC ബാർ ആണ് കിടക്കുന്നതെങ്കിൽ 3 സെറ്റ് ഓഫ് ആൻഡ് ഗേറ്റ്സ്, 3 ആൻഡ് ഗേറ്റുകൾ ഒരു ഓർ ഗേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അലോങ് വിത്ത് നോട്ട് ഗേറ്റ്സ് അല്ലേ. സോ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കുറവ് നമ്പർ ഓഫ് ലെവൽസ് എന്നാണ് പറയുക. അതായത് ലെവൽ 1 ലെവൽ 2 നമ്മൾ പല ലെവലുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോ പിന്നെയുള്ളത് അതിൻ്റെ മൾട്ടി ലെവൽ ലോജിക് ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ പഠിക്കാത്ത സംഭവമാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അധികം വരുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ ലെവൽസ് വരുന്ന സർക്യൂട്ടറിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഹൗ ക്യാൻ വി ഗോ ഫോർ ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് ഏരിയ. സോ അതിനകത്ത് സീക്വൻഷ്യൽ ലോജിക് ആസ് വെൽ as കോമ്പിനേഷൻ ലോജിക് ഒപ്റ്റിമൈസേഷൻ മെത്തഡോളജീസ് ഉണ്ട്. സീക്വൻഷ്യൽ ലോജിക് നമ്മൾ സ്റ്റേറ്റ് റിഡക്ഷൻ മെത്തഡോളജി ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണ്. അതേപോലെ തന്നെ അതിന് സിമിലർ ആയിട്ട് സ്റ്റേറ്റ് എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് അതേപോലെ യൂഷ്വലി സ്റ്റേറ്റ് എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്രേ കോഡ്സ് ഇവൻ നമ്മൾ
നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബൈനറിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും സ്റ്റേറ്റ് എൻകോഡിങ്ങിന് വേണ്ടി ഗ്രേ കോഡ്സ് യൂസ് ചെയ്യാറുണ്ട് ഇൻ ലാർജർ സിസ്റ്റംസ്. കാരണം ഒരു സിംഗിൾ ബിറ്റിന്റെ ട്രാൻസാക്ഷൻ മാത്രം ടേക്ക് പ്ലേസ് ചെയ്താൽ മതി എന്നുള്ള റീസൺ കാരണം. പിന്നെ ഉള്ളത് കോമ്പിനേഷൻ ലോജിക് ഒപ്റ്റിമൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാസ്റ്റ് ആഡേഴ്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ്. നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനിയുള്ളതെന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ ടെക്നിക്സ് ഫോർ ഒപ്റ്റിമൈസേഷൻ ഓഫ് സ്പീഡ് ആൻഡ് ഏരിയ ഒപ്റ്റിമൈസേഷൻ. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് ഇസ് ദ ലോജിക് ഒപ്റ്റിമൈസേഷൻ. ലോജിക് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഓക്കെ, ലോജിക് ഒപ്റ്റിമൈസേഷന്റെ ഫിഗർ നോക്കിക്കേ. നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. ഒരു XOR ഗേറ്റിന്റെ വിത്ത് 2 ഇൻപുട്സ് A and B. A XOR B is equal to A bar B plus A B bar. അതിന്റെ എക്സ്പാൻഡഡ് ഡയഗ്രാം ആണ് ഇവിടെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ലോജിക് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ A bar B plus A B bar ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 നോട്ട് ഗേറ്റ്, 2 ആൻഡ് ഗേറ്റ്, ഒരു OR ഗേറ്റ്. അപ്പോൾ ടോട്ടൽ 2 plus 2 plus 1 ടോട്ടൽ 5 ഗേറ്റ്സിന് പകരം നമുക്കൊരു സിംഗിൾ ഗേറ്റ്, ഒരു XOR ഗേറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതിയായിരിക്കും. thereby reducing, instead of 5 gates ഒരു സിംഗിൾ ഗേറ്റ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്പീഡ് ഓഫ് ദ ഡിവൈസ് പറയുന്നത് getting higher, latency will be low, which automatically increases the speed of the device. Okay, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒപ്റ്റിമൈസേഷനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ത്രൂപുട്ടും അതേപോലെ തന്നെ ലാറ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഡിലേ. ആൻഡ് ത്രൂപുട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട്. അതിനാണ് നമ്മൾ ത്രൂപുട്ട് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. Now coming to the next optimization, which is the power optimization. Okay, power optimization like നമുക്ക് വരുന്ന സമയത്ത് we have to consider the dynamic as well as static power. ഇപ്പോൾ നമ്മളിവിടെ ഡൈനാമിക് പവറിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നുള്ളത്, which is actually the power when the circuit is switching. Circuit is switching in the sense the transistor switch ചെയ്യുന്ന സമയത്ത് ഉള്ളതാണ് നമ്മൾ ഡൈനാമിക് പവർ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. the dynamic power consumed. അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. P is equal to CV squared F, where C is the effective capacitance, V is the voltage swing and F is the frequency. Okay, just ഇക്വേഷൻ തന്നത് മാത്രമേ ഉള്ളൂ, അതിലേക്ക് വേറെ സിഗ്നിഫിക്കൻസ് വരുന്നില്ല. നമുക്ക് പവർ ഒപ്റ്റിമൈസേഷൻ ആണ് ഇവിടെ ബേസിക്കലി നോക്കേണ്ടത്. which are the various techniques used to reduce the power consumption. First one is the transistor sizing. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസിസ്റ്റർ സൈസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും അല്ലേ. എപ്പോഴും തന്നെ നമ്മൾ മിനിമൽ പവറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് ഐഡിയലി സ്പീക്കിംഗ്. ബട്ട് മേ ബി അറ്റ് സർട്ടൻ പോയിന്റ്സ് വി മസ്റ്റ് ഗോ ഫോർ സർട്ടൻ ട്രേഡ് ഓഫ്സ്. പിന്നത്തെ എന്ന് പറയുന്നത് വോൾട്ടേജ് സ്കെയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമൽ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വോൾട്ടേജ് സ്കെയിലിംഗ് ഞാൻ പോയി കഴിയുമ്പോൾ വോൾട്ടേജ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് സ്ലോവർ ആകും. ദാറ്റ് ഈസ് വെരി ക്ലോസ്ലി റിലേറ്റഡ്. വോൾട്ടേജ് ആൻഡ് അതിൻ്റെ സ്പീഡ് ഓഫ് ദ ഡിവൈസ് എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ്ലി ആണ്. അപ്പോൾ വോൾട്ടേജ് ഇപ്പം ലോവർ പവർ സപ്ലൈ ഞാൻ ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ ഡിവൈസ് എന്ന് പറയുന്നത് സ്ലോവർ ആവും. ഇപ്പം എനിക്ക് ഫാസ്റ്റർ ഡിവൈസ് ആണ് വേണ്ടി വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് കൂട്ടേണ്ടി വരും. ഇത് രണ്ടും ഭയങ്കര ക്ലോസ്ലി ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ അതായത് പറയുന്നത് ട്രേഡ് ഓഫ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഈസ് റിഗാർഡിംഗ് ദിസ് വോൾട്ടേജ് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ ഡിവൈസ്. പിന്നത്തെ എന്ന് പറയുന്നത് ഈസ് ദ ക്രിയേഷൻ ഓഫ് വോൾട്ടേജ് ഐലൻഡ്സ്. ഇപ്പം മൾട്ടിപ്പിൾ എന്തായാലും മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് എൻ്റെ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരിക്കും. അതിനെ ഞാൻ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം എല്ലാത്തിനും മേ ബി ഇപ്പം ചിലത് മാത്രം എനിക്ക് ഒരു വിധത്തിലും എനിക്ക് അതിൻ്റെ വോൾട്ടേജ് മിനിമൽ ആക്കാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മൊത്തം ഡിവൈസിൻ്റെ വോൾട്ടേജ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻറ്റയർ സ്പീഡ് ഓഫ് ദി ഡിവൈസ് എന്ന് പറയുന്നത് കുറയും. പക്ഷേ അതിന് പകരം ഒരു സർട്ടൻ വോൾട്ടേജ് വെക്കേണ്ട ഒരു മൊഡ്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് മാത്രം ആ വോൾട്ടേജ് കൊടുക്കുക, ബാക്കിയുള്ളതിനെല്ലാം ലോവർ വോൾട്ടേജ് കൊടുത്താലും എൻ്റെ സ്പീഡ് ഓഫ് ദി ഡിവൈസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഐ ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് സം വോൾട്ടേജ് ഐലൻഡ്സ്. ഏതൊക്കെ മൊഡ്യൂൾസിനാണ് സേ ഇപ്പോൾ ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കേണ്ടത്, V1 കൊടുക്കേണ്ടത്, സം മൊഡ്യൂൾസിന് V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഒരേ വോൾട്ടേജ് കൊടുക്കാതെ മൾട്ടിപ്പിൾ വോൾട്ടേജ് ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ആക്ച്വലി ഹെൽപ്സ് ഇൻ പവർ ഒപ്റ്റിമൈസേഷൻ. നെക്സ്റ്റ് ഈസ് ദ ക്ലോക്ക് ഗേറ്റിംഗ്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോക്ക്സ് കൊടുത്തോണ്ടിരിക്കുന്ന കേസസ് വരുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിവൈസ് ഇപ്പം ആക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും ക്ലോക്ക്
നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുവാണ്. സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസസ് ദ പവർ കൺസംഷൻ അല്ലേ. സോ അപ്പം അതിന് പകരമായിട്ട് വരുന്നതാണ് ക്ലോക്ക് ഗേറ്റിംഗ്, വിച്ച് മീൻസ് ഡിവൈസ് ആക്റ്റീവ് ആകുമ്പോൾ മാത്രം ക്ലോക്ക് സിഗ്നൽസ് ശരിക്കും പറഞ്ഞാൽ ആക്ടിവേറ്റ് ആയാൽ മതി എന്നുള്ള സിറ്റുവേഷൻസ് വരുന്ന ഒരുപാട് ഡിവൈസസ് വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ക്ലോക്ക് ഗേറ്റിംഗ് വരുന്നത്, which means the clock signals are withdrawn when the circuit is not in use. Then reducing the clock speed. Reducing the clock speed ചെയ്താൽ മാത്രമായിരിക്കും പവർ ഒപ്റ്റിമൈസേഷൻ. അതാണ് ഞാനിവിടെ സ്പീഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ദിസ് വോൾട്ടേജ് സ്കെയിൽ കേസിൽ. സോ വോൾട്ടേജ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലോക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വരും. സോ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസസ് ദ സ്പീഡ് ഓഫ് മൈ ഡിവൈസ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ സ്റ്റേറ്റ് എൻകോഡിംഗ്. സ്റ്റേറ്റ് എൻകോഡിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂഷ്വലി ഗ്രേ എൻകോഡിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈവൻ നമ്മുടെ പ്രീവിയസ് പ്രോബ്ലംസിന് അതൊക്കെ നമ്മൾ ബൈനറി എൻകോഡിംഗ് ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ പ്രോബ്ലംസിൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രേ എൻകോഡിംഗ് മെത്തഡോളജിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, സിൻസ് ദർ ഇസ് ജസ്റ്റ് എ സിംഗിൾ ബിറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഗ്രേ കോഡ് ആൻഡ് ദ നെക്സ്റ്റ് ഓർ ദ സക്സസീവ് ഗ്രേ കോഡ്. ഓക്കെ, സോ പവർ ഒപ്റ്റിമൈസേഷൻ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈസ് ദ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ. ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന് ഡിസൈനിൻ്റെ അകത്ത് വരുന്ന വേരിയസ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് കമ്മിങ് ടു ദ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് എ മോഡുലാർ ഡിസൈൻ മെത്തഡോളജി. ഏറ്റവും മിനിമലായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് പാരാമീറ്റേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ട്രേഡ് ഓഫ് ചെയ്യാൻ പറ്റേണ്ടത് എന്തായാലും ട്രേഡ് ഓഫ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ട്രേഡ് ഓഫ് ചെയ്യാതെ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അനാവശ്യമായിട്ടുള്ള ഒരു ട്രേഡ് ഓഫുകൾ നടക്കാതെ ഏറ്റവും മിനിമലായിട്ടുള്ളതിൽ നമുക്ക് ചെയ്യാൻ, എല്ലാം മിനിമലാന്നല്ല പറഞ്ഞു വരുന്നത്, മിനിമലായിട്ട് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് മിനിമം. ചില കേസസ് നമുക്ക് ഫോർ എക്സാമ്പിൾ ദ സ്പീഡ് എന്നൊക്കെ പറയുന്നത് മാക്സിമം ആണ് വേണ്ടിയത്. സോ അങ്ങനെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം വെൻ കൺസിഡറിങ് എ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ. ദെൻ പിന്നെയുള്ളതെന്ന് പറയുന്നത് is to decompose the system. നമ്മൾ ഒരു എന്താണ് പറയുന്നത്, ഒരു ലാർജർ സിസ്റ്റം, ഒരു എൻറ്റയർ ഡിജിറ്റൽ സിസ്റ്റമാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ that will surely consist of multiple modules. Say that may consist of the memory module, it may consist of the processor, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് ഇതിനകത്ത് വരും. സോ അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡീകമ്പോസ് ചെയ്യുക, അത് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. പിന്നെയുള്ളത് ഇതിന് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ information that are required for the system and what is the outcome that is expected or what is to be produced from the system, and also the relationship between the various components or the modules which we have created. Say ipo module 1 il ninnu module 2 ilekku some input pogano, or module 3 il ninnu module 4 ilekku matram poyal madiyo, or module 3 il ninnu module 2 ilekku pogano. So that relationship between the modules which we have created, and also which EDA tool needs to be created. എന്തായാലും ഫസ്റ്റ് നമുക്ക് ഓടിച്ചെന്ന് മാനുഫാക്ചറിങ് അല്ല, ഫസ്റ്റ് നമ്മളൊരു EDA ടൂൾ വെച്ച് നമ്മൾ അതിനെ സിമുലേറ്റ് ചെയ്തതിന് ശേഷം വൺസ് ദ വർക്കിംഗ് ഈസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഓർ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രമായിരിക്കും പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് അത് പോകത്തുള്ളൂ. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദ ഡിസൈൻ പ്രോസസ് ഓഫ് എ ഡിജിറ്റൽ സിസ്റ്റം. ദെൻ ഫസ്റ്റ് വി ഹാവ് ടു ഗോ ഫോർ ദ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കസ്റ്റമറിന്റെ റിക്വയർമെന്റ്, ഓർ ആ റിക്വയർമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക്കേഷൻസ് റൈറ്റ് ചെയ്യുന്നുണ്ടാവുക. റിക്വയർമെന്റ് എന്താണ് എന്ന് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സ്പെസിഫിക്കേഷൻ അറിയാൻ പറ്റുള്ളൂ. സേ എൻ്റെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്പീഡ് കൂട്ടാൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് കുറയും അല്ലേ. വോൾട്ടേജ് അതിന്റെ റിക്വയർമെന്റ് ഓർ സ്പീഡ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കൂടും. സോ അങ്ങനെ ഇപ്പോൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് മോർ ദാൻ സ്പീഡ് വോൾട്ടേജിനാണെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ വോൾട്ടേജ് കൂടാനല്ല, വോൾട്ടേജ് മിനിമൽ വോൾട്ടേജ് വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ അത് വെച്ചിട്ടായിരിക്കും ഞാൻ ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ റൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി വി വിൽ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം. നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ, ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആകുമായിരിക്കും മേ ബി കമ്മിങ് ടു ദ മിനി പ്രൊജക്ട്. അതിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് കസ്റ്റമർ റിക്വയർമെന്റ്, അതിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോട്ട് ജസ്റ്റ് ഡിജിറ്റൽ സിസ്റ്റം എന്നല്ല, എനി കൈൻഡ് ഓഫ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴും യൂഷ്വലി ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ആൻ IC ഡിസൈൻ. നമ്മൾ കഴിഞ്ഞ സെമ്മില് പഠിച്ചത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ IC ഡിസൈനിന്റെ സ്റ്റെപ്സ് പഠിച്ചിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് വേറൊരു ഫിഗറാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, വിച്ച് കംസ് ഇനീഷ്യലി ദ ഐഡിയ,
or whatever is the requirement, അതിൽ നമ്മൾ സ്പെസിഫിക്കേഷൻസ് ഫോം ചെയ്യുന്നു. Then coming to the RTL design, then functional verification. ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് ഒത്തിരി ഡെപ്തിലേക്ക് പോവാത്തത്. ഫങ്ഷണൽ വെരിഫിക്കേഷൻ, RTL ഡിസൈൻ ചെയ്തു, എന്താണോ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു. അതിനെ ബൈ യൂസിങ് ദിസ് ഫങ്ഷണൽ സിമുലേഷൻ. ഈ സിമുലേഷൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് സം ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ again we have to go for the redesign of the RTL. Then further ഈ ഒരു ലൂപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും until there is no issues. Then synthesis, then gate level simulation try out ചെയ്ത് നോക്കുന്നു. Again we are checking for the functionality or the verification. അതിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷനിലേക്ക് പോകുന്നു. അതിൻ്റെ കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ്. കഴിഞ്ഞ സെമി നിങ്ങൾ പഠിച്ച് വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. Then ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, the various hierarchy in design. So first is the system level. The total എന്ത് സിസ്റ്റമാണ് എനിക്ക് വേണ്ടിയത്, ആ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടിയത്, റാം, റോം അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോളർ, ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ, അതെല്ലാം സിസ്റ്റം ഡിസൈൻ്റെ അകത്ത് എൻറ്റയർ സിസ്റ്റമിൻ്റെ അകത്ത് എന്തെല്ലാം വേണം എന്നുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെവൽ എന്ന് പറയുന്നതാണ് ഇസ് ദ RTL ഡിസൈൻ, ഇസ് ദ ക്രിയേഷൻ ഓഫ് വേരിയസ് modules. Entire system എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, what are the inputs, what are the outputs, how the data is transferred from one to the other, എല്ലാം സിസ്റ്റം ഡിസൈൻ്റെ അകത്തായിരിക്കും വരുന്നുണ്ടാവുക. RTLൻ്റെ അകത്ത് ഓരോ മൊഡ്യൂൾസിൻ്റെ ഇന്റേണൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, രജിസ്റ്റേഴ്സ്, ഇൻ ടേംസ് ഓഫ് രജിസ്റ്റേഴ്സ്, മക്സ് ഓർ ദ കോമ്പിനേഷൻ സർക്യൂട്ട്സ്, അതെല്ലാം വരുന്ന RTLൻ്റെ അകത്തായിരിക്കും. ആൻഡ് RTLൻ്റെ കുറച്ചും കൂടെ ബ്രേക്കർ, അതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ലോജിക് ലെവൽ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഓരോന്നും the registers or the marks or the combination circuit അതെല്ലാം ഇതിൻ്റെ ഗേറ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. coming in this logic gate level implementation and coming to the ഏറ്റവും lowest level of implementation which is the circuit level. each gates നിങ്ങൾക്ക് അറിയാം നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. so that final ഏറ്റവും lowest level which is the transistor level implementation. so this is the hierarchy. സോ ഇതിനെ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്, ജസ്റ്റ് ഇതിനകത്തുള്ളതോടെ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ എൻ്റെ സിസ്റ്റമാണ് ഡിസൈൻ ചെയ്തു, സിസ്റ്റം ഡിസൈൻ ചെയ്തു, അതിൻ്റെ RTL കണ്ടുപിടിച്ചു, ദെൻ ലോജിക് ലെവൽ കണ്ടുപിടിച്ച് സർക്യൂട്ട് ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ വ്യൂ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ക്ലാസ് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ആദ്യം വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നു അല്ലേ. സോ വീടിൻ്റെ പ്ലാൻ വരച്ച് അതിൻ്റെ അകത്ത് വേണ്ടിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ലാസ്റ്റ് ആ ബ്രിക്ക് ലെവലിലേക്ക് വരുന്നു. സോ അതെന്ന് പറയുന്നത് is one of the design methodology which is the top down approach. ഇനി ബോട്ടം അപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നമ്മുടെ സർക്യൂട്ട് ലെവലിൽ നിന്ന് എനിക്ക് ഏതൊക്കെ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എത്ര ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ് അതിൽ നിന്ന് ലോജിക് ഗേറ്റ്, അതിൽ നിന്ന് പറയും എല്ലാം അത്ര പ്രോപ്പറായിട്ട് നടക്കത്തില്ല. സോ ലോജിക് ഗേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് RTL ഡിസൈൻ ഫോം ചെയ്ത് അതിൽ നിന്ന് സിസ്റ്റം ലെവൽ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുന്നതാണ് ആക്ച്വലി ദിസ് ബോട്ടം അപ്പ് അപ്രോച്ച്. ദെൻ ഇത് കൂടാതെ മിക്സ്ഡ് സ്റ്റൈലും കൂടി ഉണ്ട് which is commonly used for higher level circuitries or higher modeling ഒക്കെ മിക്സ്ഡ് ആയിരിക്കും യൂസ് ചെയ്യുക. കംപ്ലീറ്റ്ലി ടോപ്പ് ഡൗൺ ഒന്നും എല്ലാ കേസസിലും നമുക്ക് പോകാൻ പറ്റണമെന്ന് നിർബന്ധം ഇല്ല അല്ലേ. സോ ASICs are application specific ICs which are used for a dedicated purpose അല്ലേ. സോ ASICs എന്ന് പറയുന്നത് വേരിയസ് ടൈപ്സ് വരുന്നുണ്ട്. വൺ ഈസ് ദ can be divided into full custom ASICs and semi custom ASICs. Semi-custom is again divided into standard cell ASIC and the gate array ASIC. So full custom ASIC എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി യൂസറിന് ഫുൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതിനെയാണ് നമ്മൾ ഫുൾ കസ്റ്റം ASICs എന്ന് ഉള്ള പേരിൽ വിളിക്കുക. ദെൻ സെമി കസ്റ്റം രണ്ട് തരത്തിൽ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സെൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സെൽസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഗേറ്റ്സ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ദെൻ അത് തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ ചെയ്യേണ്ടി വരിക. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദിസ് സ്റ്റാൻഡേർഡ് സെൽ ആസിക്. ഇനി ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ഗേറ്റ് അറേ ആസിക് ഇൻ വിച്ച് ദ ട്രാൻസിസ്റ്റർ ലെവലിലായിരിക്കും എനിക്ക് അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ അതിനകത്തു നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ഞാൻ കണക്ട് ചെയ്ത് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ സൈഡിൽ ഡയഗ്രം വെച്ചിരിക്കുന്നതാണ്. വിച്ച് ആർ ദ സ്റ്റാൻഡേർഡ് സെൽ ആസിക്സ്. സ്റ്റാൻഡേർഡ് സെൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് അല്ലെന്നുണ്ട് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ ഇന്റർ കണക്ഷൻസ് മാത്രം ഞാൻ ചെയ്താൽ മതിയായിരിക്കും. ഇനി ഗേറ്റ് അറേ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്റേഴ്സ് ആസ് സച്ച് എനിക്ക് കിട്ടിയിരിക്കുവാണ്. ഇനി ഏതൊക്കെ തമ്മിലാണ് കണക്ഷൻ വേണ്ടിയത്, കുറേ എണ്ണം അൺയൂസ്ഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് അൺയൂസ്ഡ് ഒക്കെ വരും. സോ അതാണ് സ്റ്റാൻഡേർഡ് സെൽ ആസിക്കും ഗേറ്റ് അറേ ആസിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളെല്ലാം ഞാൻ സ്ലൈഡിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. Now coming to the
next topic, which is the high level system architecture in system design. System design അകത്ത് നമ്മൾ രണ്ട് ലെവൽസ് ഓഫ് ആർക്കിടെക്ചേഴ്സ്, രണ്ട് തരത്തിലുള്ള ആർക്കിടെക്ചേഴ്സ് കാണുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഹൈ ലെവൽ ഡിസൈൻ, ഓർ HDL അല്ല, HLD, ഹൈ ലെവൽ, HLD, high level design. Okay, so that's a macro level or a system level architecture എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഡൗൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. സോ അപ്പം അതിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഏറ്റവും ഒരു എന്താ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു എന്താ പറയുന്നത്, ഇപ്പൊ ഒരു ബിൽഡിങ്ങോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണം, അതിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, മേജർ ആയിട്ടുള്ള എന്തെല്ലാം മൊഡ്യൂൾസ് വേണം, അത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്, ഇനി ഏതൊക്കെ കമ്പോണൻസ് തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൊഡ്യൂൾ 1 വിത്ത് മൊഡ്യൂൾ 3 ആണോ, മൊഡ്യൂൾ 2 and 3 ഡസ് ദേ ഹാവ് എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ദിസ് ഹൈ ലെവൽ ഡിസൈൻ HLD-ക്കകത്ത് വരുന്നുള്ളത്. ഓക്കെ, സോ അപ്പം നമ്മളുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു ഹൈ ലെവൽ ടെക്നിക്കൽ സൊല്യൂഷനിലേക്ക് പോകാനായിട്ടാണ് ബേസിക്കലി ദിസ് HLD യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് HLD-ക്കകത്തും ബേസിക്കലി രണ്ട് മേജർ കമ്പോണൻസ് ആണ് വരുന്നത്. വൺ ഇസ് ദ ഫങ്ഷനാലിറ്റീസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ്, അതേപോലെ തന്നെ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ദ കമ്പോണൻസ്, ഏതൊക്കെ കമ്പോണൻസ് വെക്കണം, ഓരോ കമ്പോണന്റ് ഉപയോഗം എന്താണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് വാട്ട് ആർ ദ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഷുഡ് ഹാപ്പൻ ബിറ്റ്വീൻ ദീസ് കമ്പോണൻസ്, ഏതൊക്കെ തമ്മിൽ കണക്ഷൻ വരണം, ഏതൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് എ ഹൈ ലെവൽ സിസ്റ്റം ആർക്കിടെക്ചർ, ഹൈ ലെവൽ സിസ്റ്റം ആർക്കിടെക്ചർ ആൻഡ് സ്പെസിഫിക്കേഷൻ. സോ HLD നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വെക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം മൊഡ്യൂൾസ് ഫോം ചെയ്യണം, അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടോട്ടൽ സിസ്റ്റത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ബേസിക്കലി HLD-ക്കകത്ത് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മേജർ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഇന്റർഫേസസ് ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു എൻറ്റയർ ഓവറോൾ ഇത് മൊത്തം ബിൽഡിംഗ് പണിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് വളരെ സിമ്പിൾ ടേംസിൽ പറയാം. അതിന്റെ ഒരു എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് വേണം എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ HLD-ക്കകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ദ സിസ്റ്റം ആർക്കിടെക്ചർ, ഡേറ്റാബേസ് ഡിസൈൻ എങ്ങനെയായിരിക്കും, systems, the various services, the platforms, and the various relationship among the modules which we are creating inside the system. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരു ടോപ്പ് ടു ബോട്ടം എന്നുള്ള ടോപ്പ് ലെവൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ വിളിക്കാം. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് മാക്രോ ലെവൽ, അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഡിസൈൻ. ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് വെറുതെ ഒരു സിസ്റ്റത്തിന് ഏറ്റവും ബേസിക് സാധനത്തിൽ നിന്ന് എൻ്റെ കയ്യിലൊരു ഒരു 30 or 50 മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രോസസ്സർ ഉണ്ടാക്കാം എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ? നേരെ തിരിച്ചിട്ടാണ്, നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. അതേപോലെ അതുകൊണ്ടാണ് ഇതിന്റെ മാക്രോ ലെവൽ അല്ലെങ്കിൽ ഏറ്റവും അപ്പർ ലെവൽ നിന്നാണ് നമ്മൾ താഴേക്ക് വരിക. മാക്രോ ലെവൽ ഓർ സിസ്റ്റം ലെവൽ ഡിസൈൻ ഇതിനെ വിളിക്കുക. ദെൻ ഇത് യൂഷ്വലി എഞ്ചിനീയേഴ്സിനേക്കാൾ ഉപരി സൊല്യൂഷൻ ആർക്കിടെക്ട്സ് ആയിരിക്കും ഈ ഒരു ഹൈ ലെവൽ സിസ്റ്റം ആർക്കിടെക്ചർ ഓർ ദിസ് HLD എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വാട്ട് എവർ ഇസ് സ്പെസിഫിക്കേഷൻ, ക്ലയന്റിന് എന്താണ് അവർക്ക് വേണ്ടിയത്, അവരുടെ ഇഷ്യൂ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, അവരുടെ ഓരോ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനായിട്ട് മേ ബി എനിക്ക് സം ക്രൈറ്റീരിയാസ് ഓർ സം സ്പെസിഫിക്കേഷൻസ് ഞാൻ ഫോം ചെയ്യേണ്ടി വരും. ആ സ്പെസിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു മൊഡ്യൂളിനെ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു, ഒന്നോ അതിൽ കൂടുതൽ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ് വേണ്ടി വരും അത്. സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി എസ്റ്റാബ്ലിഷ് കണക്ഷൻ ബിറ്റ്വീൻ മൊഡ്യൂൾസ്, ഇതെല്ലാം അതിൻ്റെ ഒരു എന്താണ് പറയുന്നത് പ്രോസസ് ഫ്ലോയിലുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ലോ ലെവൽ ഡിസൈനിലേക്ക് വരുന്നത്, ഹൈ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലത്തെ ആണ്, ലോ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരൂടെ താഴേക്ക് ഹൈ ലെവൽ ഡിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ ഞാനൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് ബ്ലൂ പ്രിന്റ് വരച്ചു. ഇനി ആ ഓരോ മുറിക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ് എത്രയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എന്താണ് പറയുന്നത് ജനൽ എത്രയാണ്, വാതിൽ എത്ര എണ്ണം വേണം, പണിയാനായിട്ടുള്ള സംഭവങ്ങൾ എന്തോരം വേണം എന്നുള്ള കാൽക്കുലേഷൻ നടക്കുന്നതാണ് ഇസ് കമ്മിങ് അണ്ടർ ദിസ് ലോ ലെവൽ ഡിസൈൻ. സോ അതാണ് ലോ ലെവൽ ഡിസൈൻ അല്ലെങ്കിൽ LLD എന്ന് വിളിക്കുന്നത്. സോ it refers to the component level design, the final ഏറ്റവും ബോട്ടം ലെവൽ അല്ലെങ്കിൽ ലീവ് സെൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ലീവ് സെൽ ഡിസൈൻ ആണ് ലോ ലെവൽ ഡിസൈൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ഓരോ മൊഡ്യൂളും ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ മൊഡ്യൂൾസ് ഫോം ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ഇന്റർകണക്ട്സ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു ഇൻ ദിസ് പ്രീവിയസ് വൺ, ഇൻ ദിസ് HLD അല്ലെ. സോ ദിസ് LLD-യിലേക്ക് വരുന്ന സമയത്ത് ആ മൊഡ്യൂൾസിന്റെ അകത്ത് എന്തെല്ലാം കമ്പോണൻസ് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വ്യൂ
അല്ലെങ്കിൽ സേ ഇപ്പോൾ നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ബ്ലോക്ക് ഡയഗ്രത്തിന് ശേഷം അതിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വരുന്നതാണ് എന്ന് വേണം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് is this low level design which is a component level design. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളിന്റെ അകത്തെ ഇന്റേണൽ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ദിസ് LLD-ക്കകത്ത് ഉണ്ടായിരിക്കും. അതേപോലെ കറക്റ്റ് അതിനകത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എന്ന് പറയുന്ന ആക്ച്വൽ ലോജിക് എന്ന് പറയുന്നതും ഡിസൈൻ ചെയ്യപ്പെടുന്നത് ഈസ് ഡ്യൂറിങ് ദിസ് LLD. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ആവശ്യകത വരുന്നുണ്ട് ഫോർ ദിസ് LLD. സോ ഹൈ ലെവൽ സൊല്യൂഷൻസിന് തൊട്ടുമുമ്പേ കണ്ടിരിക്കുന്ന HLDസിനെ നമുക്ക് ഡീറ്റെയിൽ സൊല്യൂഷൻ, അതിന്റെ ഡീറ്റെയിൽ ഓർ അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് വേർഷൻ എന്ന് പറയുന്നതാണ് ദിസ് ലോ ലെവൽ ഡിസൈൻ അല്ലെങ്കിൽ ലീഫ് സെൽ ഡിസൈൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, സോ HLD കംപ്ലീറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് LLD ചെയ്യാൻ പറ്റത്തില്ല ഇഫ് വി ആർ ഫോളോയിങ് ദ ടോപ്പ് ഡൗൺ മെത്തഡോളജി. യൂഷ്വലി അത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്ത് വരിക. ചില കേസസിൽ മാത്രമാണ് നമ്മൾ ബോട്ടം അപ്പ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിരിക്കുന്ന ആ സെയിം നമ്മളുടെ ഡിസൈനിന് വേണ്ടി IC ഡിസൈനിന്റെ സെയിം തന്നെ അതൊരു കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് മാത്രമേ ഉള്ളൂ. സോ വിച്ച് ഇൻക്ലൂഡ്സ് ദ FPG ആർക്കിടെക്ചറൽ ഡിസൈൻ ഫ്ലോ. ഓക്കെ, സോ നമ്മുടെ IC ഡിസൈനുമായിട്ട് ഇപ്പൊ FPG ഡിസൈൻ ആണെങ്കിൽ നമ്മുടെ IC ഡിസൈനിന്റെ സെയിം ഫാക്ടേഴ്സ് തന്നെയാണ്. കാരണം FPGA ഫൈനലി ചിപ്പ് തന്നെയാണല്ലോ. അപ്പം അതിനകത്തും ഇനീഷ്യലി ഡിസൈൻ എൻട്രി എന്താണ്, സ്പെസിഫിക്കേഷൻ ആസ് സച്ച് ഡിസൈൻ എൻട്രി നടക്കുന്നു. ദെൻ സിന്തസിസ്, ഇവിടെയും നമ്മളുടെ നേരത്തെ പോലെ തന്നെ ടെസ്റ്റിംഗ് സിമുലേഷൻ നടക്കുന്നുണ്ട്. ദെൻ ആഫ്റ്റർ സിന്തസിസ് ഇംപ്ലിമെന്റേഷന് ശേഷം ഫർദർ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഫങ്ഷണൽ സിമുലേഷൻ ആസ് വെൽ as സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് ആൻഡ് ഫൈനലി ദിസ് ഇസ് ഡിവൈസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇസ് ഡൺ ബൈ ദ യൂസർ. കാരണം ഇനീഷ്യലി നമ്മൾ ജസ്റ്റ് ഒരു അറേ ഓഫ് എന്താണ് പറയുന്നത് ഇന്റർകണക്ട്സ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ഓരോന്നും ഓരോ കമ്പോണൻസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ FPGA ചിപ്പിന്റെ അകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോന്നും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിൽ ഏതൊക്കെ തമ്മിൽ ഇന്റർകണക്ട്സ് നടത്തണം എന്നുള്ളത് ഇസ് ഫൈനലി ലെഫ്റ്റ് ടു ദ യൂസർ. സോ അതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഡയഗ്രം എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ FPGA ബോർഡിലേക്ക് നമുക്ക് FPGA ഡിസൈൻ മെത്തഡോളജിക്ക് വേണ്ടിയിട്ട് FPGA ഡിസൈനിന് വേണ്ടിയിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വൺ ഈസ് ദിസ് സ്കിമാറ്റിക് ക്യാപ്ചർ. ഓക്കെ, സോ സ്കിമാറ്റിക് ക്യാപ്ചറും അതേപോലെ തന്നെ നമുക്ക് PLDs നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് PLDസിലേക്ക് പ്രോഗ്രാം ചെയ്തെടുക്കുന്ന ഒരു രീതിയും, അങ്ങനെ രണ്ട് രീതികളാണ് ബേസിക്കലി പറയുന്നത്. സോ അതാണ് ഇവിടെ രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റ് യൂസിങ് ദിസ് HDL ഡിസൈൻ എൻട്രി ക്യാൻ ബി ഈതർ ഡൺ യൂസിങ് ദിസ് ബ്ലോക്ക് എഡിറ്റർ ഓർ ദ സ്കിമാറ്റിക് എഡിറ്റർ ഓർ ഇറ്റ് ക്യാൻ ബി ഗിവൺ വയ വെരിലോഗ് HDL, നമ്മുടെ വെരിലോഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചോ, ഒന്നെങ്കിൽ സ്കിമാറ്റിക് ക്യാപ്ചർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ HDL വെരിലോഗ് ഓർ VHDL ഓട്ടോ ഏതെങ്കിലും ഒരു HDL ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണോ ഡിസൈൻ വേണ്ടിയത്, കാരണം അത് സിമുലേറ്റ് ചെയ്യാനായിട്ടാണ് വെരിലോഗ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ലാബിൽ ചെയ്തിരിക്കുന്നതാണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള HDL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർ ലോജിക് സിമ്പിൾസ് ആൻഡ് HDLs RTL ഇപ്പം നമ്മുടെ സ്കിമാറ്റിക്കും എല്ലാത്തിനും കൂടെ ചേർത്തൊരു സിംഗിൾ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ എൻട്രി ആയിരിക്കും. ഇതിന്റെ ബാക്കി പ്രോസസ് എന്ന് പറയുന്നത് ഒരുമിച്ചാണ് പറഞ്ഞു പോയിരിക്കുന്നത്. വി ക്യാൻ യൂസ് എനി ഓഫ് ദീസ് ടു ഡിസൈൻ എൻട്രി ടെക്നിക്സ് എയ്തർ the schematic editor or this HDL. ഏതെങ്കിലും ഒരു വിധത്തിൽ എനിക്ക് വേണ്ട ഡിസൈൻ എന്താണെന്നുള്ളത് ഞാൻ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ അതിനുശേഷം അതിന്റെ സിന്തസിസ് പ്രോസസ്സ് നടക്കുന്നു. ദെൻ ജനറേഷൻ ഓഫ് വേരിയസ് റിപ്പോർട്ട്സ്. അതേപോലെ തന്നെ നമുക്ക് HDL റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ HDL ലൈബ്രറി ഫയൽസ്, അതേപോലെ സ്കിമാറ്റിക് എഡിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ലോജിക് സിമ്പിൾസും എല്ലാം കൊടുക്കണം. അതിനുശേഷം സിന്തസിസിങ് ആൻഡ് സിന്തസൈസേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ റിപ്പോർട്ട്സ് ആർ ജനറേറ്റഡ്. ഇപ്പം നിങ്ങൾ മേ ബി ലാബിലൊക്കെ ചിലപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന വാട്ട് ഇസ് ദ പവർ ഏരിയ എന്നൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് കാണും. ദെൻ അതിനുശേഷം ദ ഇൻപുട്ട് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട് വേവ് ഫോംസ്, നമ്മൾ സർട്ടൻ ഇൻപുട്ടോ ഔട്ട്പുട്ട് കൊടുത്ത് അതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്നു യൂസിങ് ദിസ് വേവ് ഫോം സിമുലേറ്റർ. യൂഷ്വലി ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. ഈ ഒരു VHDL കമ്പൈൽ സിന്തസിസ്, ഇതിനകത്തുനിന്ന് HDL ലൈബ്രറീസ് കോൾ ചെയ്ത് സിമുലേഷൻ ആൻഡ് ദിസ് വേവ് ഫോം സിമുലേറ്റർ, ഈ ഒരു പോർഷനാണ് നിങ്ങൾ ആക്ച്വലി ലാബിൽ ചെയ്തേക്കുന്നത്. ഇനി അത് കൂടാതെ FPGA ബോർഡിൽ നമുക്ക് ഇതേപോലെ തന്നെ either ദിസ് സ്കിമാറ്റിക് എഡിറ്റർ അല്ലെന്നുണ്ടെങ്കിൽ HDL ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെയാണ് നമ്മുടെ PLDs ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത് നമുക്ക് FPGA ബോർഡിലേക്ക് അതിനെ ബേൺ ചെയ്യാനായിട്ട്, അതായത് ഞാനൊരു പ്രോഗ്രാം നിങ്ങളുടെ വെരിലോഗിലോ അല്ലെങ്കിൽ സ്കിമാറ്റിക് എഡിറ്ററിലോ എഴുതി ആ പ്രോഗ്രാമിനെ നിങ്ങളിപ്പം ജസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് മാത്രമാണ് നമ്മുടെ ലാബുകളിൽ കണ്ടിരിക്കുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ നമ്മളുടെ FPGA
FPGA ബോർഡിലേക്ക് നമുക്ക് അതിനെ ബേൺ ചെയ്ത് റിയൽ ടൈം ആയിട്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് പോസിബിൾ. ഈവൻ നമ്മളുടെ റെഗുലർ അക്കാഡമിക് സിനറിയോയിൽ കൂടുതൽ നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് FPGA ബോർഡ്സ് അവൈലബിൾ ആണ്. ഇപ്പം മേ ബി നിങ്ങൾ അഡ്രീനോ ബോർഡ്സ് അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് FPGA ബോർഡ്സും അവൈലബിൾ ആണ്. സോ FPGA നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് വെരിലോഗ് ആയതുകൊണ്ട് തന്നെ വെരിലോഗ് വെച്ചാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഓണേഴ്സിന്റെ പ്രൊജക്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്ന കാര്യം തന്നെ ആണ്. സോ ഇതുവരെ ക്ലിയർ ആയോ എന്ന് പറയാമോ?